നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു അടിപൊളി സർക്കാർ ആപ്ലിക്കേഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് PDF ആയി എടുക്കാനും, വീടിൻ്റെ നികുതി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ജനന സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ തിരുത്താൻ എന്നിങ്ങനെ പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ സേവനങ്ങൾക്കും, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നുള്ള എല്ലാ സേവനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്ക് വളരെ സിമ്പിളായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സ്മാർട്ട് ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച ആളുകൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള മരണ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ, വിവാഹ സർട്ടിഫിക്കറ്റിൽ ഫോട്ടോയുള്ള വിവാഹ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, എന്ത് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയാലും ശരി ഇതിലുണ്ടാകും. ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുറച്ച് ചെയ്യാൻ പരിചയമുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ, മരണ സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ തിരുത്തൽ, അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ തിരുത്തൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. വളരെ സിമ്പിളായി തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്നും സ്മാർട്ട് എന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കും. നമ്മുടെ ആധാർ നമ്പറും ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നൽകി വെരിഫിക്കേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ നികുതി അടക്കൽ, അതുപോലെ തന്നെ വീടിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വീടിൻ്റെ മറ്റ് സർട്ടിഫിക്കറ്റുകൾ, പഞ്ചായത്തിലേക്ക് സബ്മിറ്റ് ചെയ്ത മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ സ്റ്റാറ്റസ് എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഒരുപാട് ആളുകൾക്ക് ഉപയോഗമുള്ള സർട്ടിഫിക്കറ്റാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിരുന്നു വെബ്സൈറ്റിൽ നിന്നും ഇത് ലിങ്ക് ചെയ്ത വെബ്സൈറ്റിൽ നിന്നും സ്മാർട്ട് ഉപയോഗിക്കുന്ന രീതി. എന്നാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പല ആളുകളും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി സൗകര്യമുള്ളത്. നമ്മൾ പഞ്ചായത്തിലേക്ക് അപേക്ഷ കൊടുക്കൽ, പഞ്ചായത്തിലേക്ക് ഏത് അപേക്ഷ കൊടുക്കലും നമ്മളിപ്പോൾ സ്മാർട്ട് വഴിയാണ്. ആ സ്മാർട്ടിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പെൻഷൻ അപേക്ഷിച്ച ആളുകൾക്ക് പെൻഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. പഞ്ചായത്തിലേക്കുള്ള മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ സിമ്പിളായി തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്മാർട്ട് ആപ്ലിക്കേഷൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കൽ, അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയൽ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആപ്പ് സൗജന്യമായി ലഭിക്കും. പ്ലേ സ്റ്റോറിൽ നിന്നും കേരള സ്മാർട്ട് ആപ്ലിക്കേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആധാർ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നൽകി വെരിഫൈ ചെയ്തതിന് ശേഷം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.